സ്നേഹവന്ദനങ്ങൾ പ്രിയുള്ളവരെ, പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസം ITY ന്യൂസിൽ കണ്ട ഒരു വാർത്ത, കൂടോത്രം എടുക്കുന്ന ചെല്ലപ്പൻ പ്രവാചകൻ, അതായത് പെന്തക്കോസ്തുകാരുടെ വീട്ടിൽ നിന്നും കൂടോത്രം എടുത്ത ചെല്ലപ്പൻ പ്രവാചകൻ എന്ന ഒരു വാർത്തയാണ് ഇന്ന് കൂടോത്രത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ കൂടി ആസാദിയുടെ പ്രേക്ഷകരുമായി പങ്കുവെക്കുവാൻ എൻ്റെ ഹൃദയത്തിലൊരു പ്രേരണ നൽകിയത്. ചില ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ ഇംഗ്ലണ്ടിൻ്റെ ക്യാപ്റ്റനെതിരെ ഇപ്രാവശ്യത്തെ വേൾഡ് കപ്പിന് ഒരു ആഫ്രിക്കക്കാരൻ വിചാരം ചെയ്തെന്നും അതുകൊണ്ട് ക്യാപ്റ്റന് കളിക്കാൻ നല്ല മൂഡ് കിട്ടിയില്ലെന്നും കൂടോത്രം എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്നൊക്കെ കുറേ കാര്യങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ ഇങ്ങനെയൊരു വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് ചില വിശദീകരണങ്ങൾ നൽകണം എന്നുള്ള താല്പര്യത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ITY ന്യൂസിലെ സുനിൽ അടുത്ത ദിവസം ഇത് ചെല്ലപ്പനല്ല, ഇവനാണ് കൊരട്ടി ശ്രീകുമാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ കൂടെ ചെയ്തിരുന്നു. ചെല്ലപ്പനല്ല, ഇവൻ ശ്രീകുമാറാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ കൂടോത്രം എടുപ്പിക്കുന്ന ആളിനെ പല നാട്ടിൽ പല പേരിൽ അറിയപ്പെടുന്നു എന്നൊക്കെയാണ് അടുത്ത വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞത്. ഞാനിതിന് ശേഷം ചില അന്വേഷണങ്ങൾ നടത്തി. ഈ കൂടോത്രം എടുക്കുന്ന പ്രവാചകന്മാരെക്കുറിച്ചാണ് ചില അന്വേഷണങ്ങൾ നടത്തിയത്. ആ അന്വേഷണങ്ങളിലൂടെ ഞാൻ കണ്ടെത്തിയ ചില കാര്യങ്ങൾ ആസാദിയുടെ പ്രേക്ഷകരുമായിട്ട് ആദ്യം പങ്കുവെക്കാം. അതിനുശേഷം ഈ കൂടോത്രം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതും പറഞ്ഞു തരാം. ഈ പറഞ്ഞതുപോലെ കൂടോത്രം എടുപ്പിക്കുവാൻ പ്രവാചകന്മാരെ അന്വേഷിച്ച് പോകേണ്ട കാര്യമുണ്ടോ എന്നും പറഞ്ഞു തരാം. അപ്പോൾ ഇങ്ങനെ കുറേ ഡീറ്റെയിൽസ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. കുറേ ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു സ്നേഹിതനുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചില വ്യക്തിപരമായ അനുഭവങ്ങൾ പറഞ്ഞിരുന്നു. കൂടോത്രം എടുപ്പിക്കുന്ന ചില ആളുകളെ അദ്ദേഹത്തിന് പരിചയമുണ്ടെന്നും അവരെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്നൊക്കെ അദ്ദേഹം എന്നോട് ഒരു സ്വകാര്യ സംഭാഷണത്തിൽ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വാർത്ത കണ്ടപ്പോൾ ഞാൻ ഈ പറഞ്ഞ ദൈവദാസനെ വിളിച്ച് സംസാരിച്ചു. അദ്ദേഹത്തിന് അറിയാവുന്ന ഇൻഫർമേഷൻസ് സ്വീകരിക്കുകയായിരുന്നു എൻ്റെ ഒരു ലക്ഷ്യം. അപ്പോൾ കൂടോത്രം എടുപ്പിക്കുന്ന പല ആളുകളെ അറിയാമെന്ന് അദ്ദേഹം പറഞ്ഞു. അതിനകത്ത് തന്നെ 2 കാറ്റഗറി ആളുകളുണ്ട്. ഒന്ന് ഈ പറഞ്ഞതുപോലെ മഹാ തട്ടിപ്പുകാരാണ്. നേരത്തെ കൂടോത്രം കൊണ്ട് ഇട്ടിട്ട് അതിനുശേഷം അത് എടുത്തു കാണിക്കുന്ന പരിപാടിയൊക്കെ ചെയ്യുന്ന ആളുകൾ തട്ടിപ്പുകാരുണ്ട്. അവർ ശുദ്ധ തട്ടിപ്പുകാരാണ്. ഈ പറഞ്ഞ ITY ന്യൂസിൽ വന്ന ആളിൻ്റെ പേരൊക്കെ ഞാൻ അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തു. അദ്ദേഹം കേട്ട മാത്രയിൽ തന്നെ പറഞ്ഞു, ഈ പാർട്ടി അല്പം ട്രിക്ക് ഉപയോഗിക്കുന്ന ഒരു പാർട്ടിയാണ്, അറിയാവുന്ന പാർട്ടിയാണ്. നേരത്തെ തന്നെ പുള്ളിയെ ആളുകൾ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ സുനിൽ പറഞ്ഞ ഈ ഒരു ആളിനെക്കുറിച്ച് ഞാൻ സംസാരിച്ച ദൈവദാസന് നല്ല ഇൻഫർമേഷൻ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എന്നാൽ അദ്ദേഹം അതോടൊപ്പം തന്നെ പറഞ്ഞു, വളരെ ജെനുവിനായിട്ട് ക്ഷുദ്രപ്രയോഗങ്ങൾ വെളിപ്പാടിൽ കണ്ട് പുറത്തെടുക്കുന്ന ദൈവദാസന്മാരെയും അദ്ദേഹത്തിന് പരിചയമുണ്ട്. വളരെ സൂപ്പർ നാച്ചുറലായിട്ടുള്ള അദ്ദേഹം സ്വന്തം കണ്ടുകൊണ്ട് കണ്ട ചില അനുഭവങ്ങൾ ഒക്കെ പുറവാനിടയായി തീർന്നു. പ്രത്യേകിച്ചും അതിൽ ഒന്നാണ്, ഒരു ക്ഷുദ്രപ്രയോഗം നടന്ന സ്ഥലത്ത് ചുവന്ന തുണിക്കകത്ത് ഒരു പാമ്പിൻ്റെ അസ്ഥികൂടം പൊതിഞ്ഞ് മറച്ചു വെച്ചിരുന്നത് ഈ പറഞ്ഞ ദൈവദാസൻ പുറത്തെടുക്കുന്ന കാഴ്ചയൊക്കെ അദ്ദേഹം കണ്ടത് എന്നോട് പുറവാനടിയായി തീർന്നു. അപ്പോൾ അദ്ദേഹം എല്ലാം സപ്പോർട്ട് ചെയ്യുന്നതെന്നൊന്നും അതിനർത്ഥമില്ല. അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞു, മറ്റൊരു പാർട്ടി ഇതുപോലെ ആഭിചാരം ഉണ്ടെന്നൊക്കെ വന്ന് പറഞ്ഞ് ഒരു തകിടൊക്കെ എടുത്തു. പക്ഷേ ഈ എടുക്കാൻ വന്ന പുള്ളിയുടെ ഗതികേട് കൊണ്ട് ആ വീട്ടിൽ CCTV ഉണ്ടായിരുന്നത് കൊണ്ട് നേരത്തെ തന്നെ ഈ പുള്ളി തകിട് എടുക്കുന്ന രംഗങ്ങളൊക്കെ റെക്കോർഡ് ചെയ്തിരുന്നു. അങ്ങനെ റെക്കോർഡ് ചെയ്തത് അദ്ദേഹത്തെ കാണിച്ചു. അവസാനം ആൾ കാല് പിടിച്ച് കരഞ്ഞ് ക്ഷമയൊക്കെ ചോദിച്ച് തടി ഉരി എന്നും അദ്ദേഹം ഒരു കഥ എന്നോട് പറഞ്ഞു. എന്നാൽ പിന്നത്തേതിൽ ഈ ദേവദാസന് കിട്ടിയ ഒരു അറിവെന്ന് പറഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ ഈ അനുഭവങ്ങളൊക്കെ ദീർഘവർഷങ്ങൾക്ക് മുമ്പുള്ളതാണ്. ഇപ്പോൾ അദ്ദേഹം എന്താണ് വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഈ ആഭിചാരവും ക്ഷുദ്രപ്രയോഗങ്ങളും നമ്മുടെയൊക്കെ വീട്ടിലും പറമ്പിലും ഒക്കെ പല ഭാഗത്തുണ്ടായിരിക്കാം. പക്ഷേ ഇതൊന്നും എടുക്കാനും എടുപ്പിക്കാനും പോയി മെനക്കെടേണ്ട ആവശ്യമില്ല. അതിനെയൊക്കെ അതിജീവിക്കുന്ന ഒരു ദൈവകൃപയിൽ ജീവിച്ചാൽ മതി, പ്രാർത്ഥനയിൽ ജീവിച്ചാൽ മതി. ഈ ആഭിചാരവും ലക്ഷണവിദ്യയൊന്നും ഒരു ദൈവവേദന യേശുകയില്ല എന്നൊരു കാര്യം പറഞ്ഞാണ് ഞങ്ങളുടെ ഈ പ്രാവശ്യത്തെ സംഭാഷണം അവസാനിപ്പിച്ചത്. അപ്പോൾ കൂടോത്രം എടുക്കുന്ന വ്യാജന്മാരും, അതായത് ഇതുപോലെ ട്രിക്ക് കാണിക്കുന്ന വ്യാജന്മാരും, ജെനുവനായിട്ട് തന്നെ ആഭിചാരമുള്ള സ്ഥലങ്ങൾ കണ്ടെത്തി അത് പുറത്തെടുക്കുന്ന ദൈവദാസന്മാർ, 2 കാറ്റഗറിയിലുള്ള ആളുകളും ഉണ്ടെന്നുള്ളത്
ഈ വീഡിയോ കണ്ട് ഒരുപക്ഷെ ഇതൊക്കെ എന്താണെന്ന് ചിന്തിക്കുന്ന ആസാദിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി പറഞ്ഞു തരികയാണ്. ഇവിടെ കുറേ കാര്യങ്ങൾ എനിക്ക് വിശദീകരിക്കേണ്ടതായിട്ടുണ്ട്. ആഭിചാരം, ക്ഷുദ്രപ്രയോഗം, ഇത്തരം സംഗതികളെക്കുറിച്ച് വേദപുസ്തകം എന്താണ് പറയുന്നത്? ആദ്യമായിട്ട് പുതിയ നിയമ കാഴ്ചപ്പാട് ഞാൻ പറയാം, എന്നിട്ട് പഴയ നിയമത്തിലെ ചില കാര്യങ്ങൾ പറയാം. ഒന്നാമത്, ഈ അഭിചാരവും ക്ഷുദ്രപ്രയോഗവും ഒക്കെ, അതുപോലെ തന്നെ വിഗ്രഹങ്ങൾ, ഇത്തരം വിഷയങ്ങളെക്കുറിച്ചുള്ള പുതിയ നിയമത്തിൻ്റെ കാഴ്ചപ്പാട്, ഇതിനൊന്നും പ്രത്യേക ശക്തി ഇല്ല എന്നുള്ളതാണ്. ഇതൊക്കെ ന്യൂട്രലാണ്. ഇതിനൊന്നും പ്രത്യേക ശക്തിയില്ല എന്നുള്ളതാണ് പുതിയ നിയമ കാഴ്ചപ്പാട്. ഇത് ദൈവമക്കൾ വിശ്വസിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം. അത് പറയുമ്പോൾ തന്നെ നിങ്ങളിൽ ഒരു കൂട്ടർ ഒരുപക്ഷെ ചോദിക്കും, പക്ഷേ പാസ്റ്ററെ, പലരുടെ അനുഭവത്തിൽ ഈ ക്ഷുദ്രപ്രയോഗങ്ങളൊക്കെ വലിയ ദോഷങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലേ, അല്ലെങ്കിൽ അതിൻ്റെ എഫക്റ്റ് ഉണ്ടായിട്ടില്ലേ? അതിൻ്റെ കാരണം എന്താണ്? അപ്പോൾ നമുക്ക് ഈ കാര്യത്തെ കുറച്ചുകൂടെ ബാലൻസ്ഡായിട്ട് നമുക്ക് മനസ്സിലാക്കണം. ഞാൻ ആദ്യം പറഞ്ഞു, ഇത് പുതിയ നിയമ കാഴ്ചപ്പാടിൽ ഇത് ന്യൂട്രലാണ്. പക്ഷേ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തികൾ ഉണ്ടെന്നുള്ളത് വ്യക്തിപരമായ അനുഭവങ്ങൾ തെളിവായിട്ട് ആളുകൾ പറയുന്നു. ഇവിടെയാണ് പൗലോസ് പറഞ്ഞ ചില കാര്യങ്ങൾ നമ്മളൊന്ന് പെട്ടെന്ന് ചിന്തിക്കേണ്ടത്. കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞു, വിഗ്രഹം ഏതുമില്ല. കൊരിന്ത്യർ ലേഖനം 8-ാം അധ്യായത്തിൽ, 1 കൊരിന്ത്യർ ലേഖനം 8-ാം അധ്യായത്തിൽ. അപ്പോൾ പൗലോസ് പറയുന്നത് ഒരു ദൈവമേ ഉള്ളൂ, ആ ദൈവം വിഗ്രഹങ്ങളിൽ വസിക്കുന്നവനല്ല, ഇതൊക്കെ മനുഷ്യൻ കൈവേലയായി ഉണ്ടാക്കിയിരിക്കുന്ന വിഗ്രഹങ്ങളാണ്, അതുകൊണ്ട് വിഗ്രഹം ഏതുമില്ല എന്ന് പൗലോസ് പറഞ്ഞു. എന്നാൽ അതോടൊപ്പം തന്നെ പൗലോസ് പറഞ്ഞു, ബലഹീന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരങ്ങനല്ല ചിന്തിക്കുന്നത്. അവരാ വിഗ്രഹങ്ങളിൽ ശക്തിയുണ്ടെന്ന് ചിന്തിക്കുന്നു. അതുകൊണ്ട് തന്നെ വിഗ്രഹത്തിന് അർപ്പിച്ച എന്തെങ്കിലും ഭക്ഷിച്ചാൽ അത് ശരിയായ കാര്യമല്ല എന്ന് അവർ ചിന്തിക്കുന്നു. അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം, ആ ബലഹീന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, അവരുടെ വിശ്വാസം തന്നെ ഈ വിഗ്രഹങ്ങൾക്ക് ശക്തി ഉണ്ടെന്നുള്ള ഒരു അന്ധവിശ്വാസത്തിലേക്ക് അവരെ നയിക്കുവാൻ ഇടയായിത്തീരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഒരു ഭാഗത്ത് പൗലോസ് പറയുന്ന വിഗ്രഹം ഏതുമില്ല, അതിനൊരു ശക്തിയുമില്ല എന്ന് പറയുന്നു. അല്ലെങ്കിൽ വേറൊരു വിധത്തിൽ പറഞ്ഞാൽ ആഭിചാരങ്ങളോ ഇങ്ങനെ ഏതെങ്കിലും വിധത്തിലൊക്കെ മന്ത്രവാദം ചെയ്ത, ക്ഷുദ്രം ചെയ്ത വസ്തുക്കളോ അതിലൊരു പവറുമില്ല എന്ന് ഒരു ഭാഗം. മറുഭാഗം, ആളുകൾ അതിൽ പവറുണ്ട് എന്ന് വിശ്വസിക്കാൻ തുടങ്ങിയാൽ അതൊരു അന്ധവിശ്വാസമാകുന്നു. ആ അന്ധവിശ്വാസത്തെ പ്രൊമോട്ട് ചെയ്യുവാൻ ഇരുട്ടിൻ്റെ ശക്തികൾ, പൈശാചിക ശക്തികൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കണം, ഈ പറഞ്ഞ ആഭിചാരം, ക്ഷുദ്രപ്രയോഗങ്ങൾ, ഇതിൻ്റെ പിന്നിലൊക്കെ പ്രവർത്തിക്കുന്നത് ഇരുട്ടിൻ്റെ ശക്തികളാണ്, പൈശാചിക ശക്തികളാണ്. മനുഷ്യൻ്റെ ഉള്ളിൽ കടന്നുകൂടിയിരിക്കുന്ന ഒരു തെറ്റായ വിശ്വാസത്തെ, ഒരു അന്ധവിശ്വാസത്തെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പൈശാചിക ശക്തികളാണ് ഈ കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ സംഭവിപ്പിക്കുന്നത്. ഒരു ക്ഷുദ്രം ചെയ്തു കഴിയുമ്പോൾ ആ ക്ഷുദ്രം ഫലിച്ചുവെന്ന് ചെയ്ത ആൾക്ക് തോന്നുന്നതിന് കാരണം അങ്ങനെയുള്ള ഫലമുണ്ടാക്കി കൊടുത്തത് പൈശാചിക ശക്തികളാണ്. ആരെങ്കിലും ഒരാൾക്ക് മറ്റൊരാൾ ക്ഷുദ്രം ചെയ്തതുകൊണ്ട് എന്തെങ്കിലും അപകടമുണ്ടായി എന്നുള്ള ഒരു അനുഭവം ഉണ്ടാകുന്നതും അതിലൊരു വിശ്വാസം ഉണ്ടാകുന്നതിനും കാരണം പിശാചിത്തരം അന്ധവിശ്വാസങ്ങളെ പ്രോത്സാഹിപ്പിക്കുവാൻ ആ ക്ഷുദ്രപ്രയോഗങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ചു എന്നുള്ളതാണ് സത്യം. അല്ലാതെ ഈ പറഞ്ഞ സാധനങ്ങൾക്കൊന്നും ഒരു പവറുമില്ല എന്നുള്ളതാണ് ഈ യാഥാർത്ഥ്യം. ഒരു കുഞ്ഞുദാഹരണം പറയാം. ഞങ്ങളുടെ അടുത്ത് ഒരു മലയാളി കട നടത്തുന്നൊരു ചേട്ടനുണ്ടായിരുന്നു. ഒരു ദിവസം ഞാൻ അദ്ദേഹത്തിൻ്റെ കടയിൽ ചെന്നപ്പോൾ അദ്ദേഹത്തോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു പ്രായമുള്ള ഒരു സ്ത്രീ വന്നിട്ട് ആ കടയിൽ നിന്ന് 2 രൂപയുടെ ശർക്കര ഗൂഡ് വാങ്ങിച്ചുകൊണ്ട് പോയി. അപ്പോൾ എല്ലാ ദിവസവും വന്ന് 2 രൂപയുടെ ശർക്കര വാങ്ങിച്ചുകൊണ്ട് പോകും. അപ്പോൾ ഞാൻ ഈ കൗതുകം കൊണ്ട് എന്തിന് ഈ 2 രൂപയുടെ വാങ്ങിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഈ മലയാളി കടയിലെ ചേട്ടൻ ചിരിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു, അവിടെ അടുത്ത ഒരു അമ്പലമുണ്ട്, ആ അമ്പലത്തിൽ അർപ്പിക്കാൻ വേണ്ടി പോവുകയാണ്, എല്ലാ ദിവസവും ഈ 2 രൂപയുടെ ശർക്കര കൊണ്ടുപോയി അമ്പലത്തിൽ വെക്കും. എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ ചേട്ടനോട് ഒരു ദിവസം ഈ സ്ത്രീ പറഞ്ഞു, മരുമോള് പ്രശ്നക്കാരിയാണ്, മരുമോളെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി തരണം, അതിനുവേണ്ടിയാണ് ഈ 2 രൂപയുടെ ശർക്കര വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. അവസാനം ഒരു ദിവസം ഈ ചേട്ടൻ ചോദിച്ചു, എന്നിട്ട് ഇത്രയും ദിവസം ഈ ശർക്കര കൊണ്ടുവച്ചിട്ട് മരുമോൾക്ക് എന്തെങ്കിലും സംഭവിച്ചു? അപ്പോൾ ആ സ്ത്രീ ഹിന്ദിയിൽ ഇങ്ങനെ പറഞ്ഞു, ഓത്തോ മർണേവാലി നെയ്യ്, അങ്ങനൊന്നും ചാകുന്ന ഒരു സാധനമല്ല എൻ്റെ മരുമകൾ. 2 രൂപയുടെ ശർക്കര കൊടുത്താൽ ഒരു മനുഷ്യനെ കൊല്ലാനൊക്കെ പറ്റുകയാണെങ്കിൽ പിന്നെന്തോ സംഭവം. അപ്പോൾ ശരിക്കും ഈ പറഞ്ഞ ഈ ആഭിചാരങ്ങൾക്കൊക്കെ, ഈ 2 രൂപയുടെ ശർക്കരയ്ക്കൊക്കെ ഒരു ആളിനെ തകർക്കാനോ ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു പവറുമില്ല. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഇതാണ് ന്യൂ ടെസ്റ്റ്മെൻറ്റ് പഠിപ്പിക്കുന്നത്. പക്ഷെ മറുഭാഗം, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ചിലരുടെ ജീവിതത്തിൽ ഈ ആഭിചാരം കൊണ്ട് ചില ദോഷങ്ങളുണ്ടാകുന്നു, അല്ലെങ്കിൽ ചെയ്ത ആൾക്കൊരു വിശ്വാസം ഉണ്ടാകുന്നു, ഞാൻ ചെയ്ത ആഭിചാരത്തിൻ്റെ ഫലമായിട്ടാണ് ആ വ്യക്തിക്ക് ആ അപകടമുണ്ടായത്. അത് യാദൃച്ഛികമാണോ, അതൊരു കോയിൻസിഡൻസ് ആണോ? അല്ല. ഇങ്ങനെയുള്ള ക്രിയകൾ ചെയ്യുമ്പോൾ, ആഭിചാര ക്രിയകൾ ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിൽ ഇരുട്ടിൻ്റെ ശക്തികൾ പ്രവർത്തിക്കും. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു, ഇരുട്ടിൻ്റെ ശക്തികൾക്ക് പ്രത്യേകിച്ച് പേരൊന്നുമില്ല.
നമ്മൾ ഈ പല പേരൊക്കെ പറയും, ഇന്ന പേര്, അതൊക്കെ വ്യാജ പേരുകളാണെന്നുള്ളത് ദൈവമക്കൾ മനസ്സിലാക്കണം. കാരണം മനുഷ്യനെ മണ്ടനാക്കാൻ, കുരങ്ങ് കളിപ്പിക്കാൻ ഓരോ സമയത്തും ഈ അന്ധകാര ശക്തികൾ ഓരോ പേരുകൾ എടുക്കും. നമ്മുടെ ഈ കൂടോത്രമെടുത്ത പ്രവാചകൻ ഓരോ സ്ഥലത്ത് ഓരോ പേരല്ലേ എടുത്തത്. ഒരിടത്ത് ചെലപ്പനാണെങ്കിൽ വേറെ ഒരിടത്ത് കൊരട്ടി ശ്രീകുമാർ. ഇതുപോലാണ് ഇരുട്ടിൻ്റെ ശക്തികൾ വർക്ക് ചെയ്യുന്നത്. അവർ ഓരോ ദേശത്ത് ചെല്ലുമ്പോൾ ഓരോ പേര് പറയും. നമ്മൾ അവരോട് നിൻ്റെ പേരെന്താണ് ചോദിച്ച് നമ്മൾ മണ്ടന്മാരാകുമെന്നല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. അപ്പം പേര് ചോദിച്ചാൽ പേര് പറയത്തില്ലെന്നാണ് പാസ്റ്റർ പറയുന്നത്. യേശു കർത്താവ് ആ ദുഷ്ടാത്മാവിൻ്റെ പേര് ചോദിച്ചല്ലോ, അപ്പോൾ അവൻ ലെഗിയോനെന്ന് മറുപടി പറഞ്ഞല്ലോ എന്നൊക്കെ ആയിരിക്കും ചിലരുടെ മനസ്സിൽ കൂടെ പോകുന്നത്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. യേശു അവൻ്റെ ആ പേര് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ ലെഗിയോൻ എന്ന പേര് റോമാ സൈന്യത്തിലെ ഒരു ബറ്റാലിയൻ്റെ പേരാണ് അവൻ പറഞ്ഞത്. അതായത് 6000 പേരുള്ള ഒരു റോമാ സൈന്യത്തിലെ വിഭാഗം ലെഗിയോൻ എന്നാണ് അതിൻ്റെ ആ ബറ്റാലിയൻ്റെ പേര്. അപ്പോൾ 6000 പേരാണ് ഞങ്ങൾ. ആ വ്യക്തിയുടെ അകത്ത് 6000 ദുഷ്ടാത്മാക്കൾ ഇരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലാതെ നമ്മൾ ഈ പറഞ്ഞതുപോലെ അടുത്തുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്തെ പേരോ ഒന്നുമല്ല അവൻ പറഞ്ഞത്. ഈ പേരുകളൊക്കെ അസൈൻഡ് നെയിമാണ്. അതായത് ഒരു ഡ്യൂട്ടിക്ക് വേണ്ടി പൈശാചിക സാമ്രാജ്യത്തിലെ ദുഷ്ടശക്തികളെ മൂത്ത പിശാച് സാത്താൻ ഉപയോഗിക്കുമ്പോൾ അവർക്ക് ആ ദൗത്യത്തിന് കൊടുക്കുന്ന അസൈൻഡ് പേരുകളാണിത്. അതുകൊണ്ട് പേരുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇവിടെ വെളിപ്പെട്ട ഒരു ദുഷ്ടാത്മാവ് ഇവിടുത്തെ ജോലി കഴിഞ്ഞ് വേറൊരു വ്യക്തിയിൽ പ്രവേശിക്കുമ്പോൾ വേറൊരു പേരായിരിക്കും പറയുന്നത്. ഇവർക്കൊന്നും സ്ഥിരം പേരുകളൊന്നുമില്ല. ഇതിനെല്ലാം ഒന്നിച്ചു വിളിക്കാൻ പറ്റുന്ന പേര് ഇരുട്ടിൻ്റെ ശക്തി, അന്ധകാരത്തിൻ്റെ ശക്തി, പൈശാചിക ശക്തി, ഡെമോണിക് സ്പിരിറ്റ് എന്നൊക്കെയാണ്, അല്ലെങ്കിൽ അശുദ്ധാത്മാവ് എന്നൊക്കെയാണ് ഇതിനൊക്കെ ഒന്നിച്ചു വിളിക്കാൻ പറ്റുന്ന പേര്. അല്ല നമ്മൾ ഇതിനൊന്നും പേരുകളൊക്കെ കൊടുത്ത് വ്യക്തിവൽക്കരിക്കേണ്ട ആവശ്യം ഒന്നുമില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഈ അന്ധവിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കാൻ ഇങ്ങനെയുള്ള ആഭിചാരക്രിയകൾ ചെയ്യുന്നവർക്ക് വേണ്ടി ഈ പൈശാചിക ശക്തികളാണ് വർക്ക് ചെയ്ത് അതിനെ സാധിപ്പിക്കുന്നത്. ഒരു ശർക്കര അല്ലെങ്കിൽ ഒരു കോഴിത്തല നമ്മുടെ പറമ്പിൽ കൊണ്ടിട്ടെന്ന് പറഞ്ഞാൽ ഒരു നാരങ്ങ അത് മുറിച്ച് സിന്ദൂരമൊക്കെ പുരട്ടി രക്തം പോലെയൊക്കെ ചിലർ അങ്ങനെയൊക്കെ കൊണ്ടിടും. അങ്ങനെയൊക്കെ കൊണ്ടിട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ, ചില പൂക്കൾ കൊണ്ടിട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതൊക്കെ ഭൗതിക വസ്തുക്കളാണ്, അതിന്മേലൊരു ശക്തിയുമില്ല. നമുക്ക് പോരാട്ടമുള്ളത് ആ ഭൗതിക വസ്തുക്കളോടല്ല. അതൊന്നും കണ്ട് നമ്മൾ പേടിക്കേണ്ട. നമ്മൾ നല്ല പ്രാർത്ഥനയിലും ദൈവകൃപയിലും നിലനിന്നാൽ മതി എന്ന് ആദ്യമേ തന്നെ ഞാൻ ആസാദിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു തരികയാണ്. പഴയ നിയമത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയൊന്ന് കൊണ്ടുപോകുക. പഴയ നിയമത്തിൽ നമ്മൾ ഈ സംഖ്യാപുസ്തകം 31-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, യുദ്ധം ചെയ്ത് പിടിച്ചെടുത്തുകൊണ്ടുവരുന്ന വസ്തുക്കളെ തീ കൊണ്ടോ വെള്ളം കൊണ്ടോ ഒക്കെ ശുദ്ധീകരിക്കണമെന്ന്. അങ്ങനെ ശുദ്ധീകരിക്കണമെന്ന് പറയാൻ കാരണം ഈ വസ്തുക്കൾക്ക് എവിടെ നിന്നാണ് പിടിച്ചെടുത്തുകൊണ്ട് വന്നത്? ആ ദേശത്തിലെ അന്യാരാധനകളുമായിട്ടൊക്കെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ ബന്ധം കാണാം. ഉദാഹരണത്തിന് ചെമ്പോ സ്വർണമോ വെള്ളിയോ അങ്ങനെയുള്ള വസ്തുക്കൾ പിടിച്ചെടുത്തുകൊണ്ട് വരുമ്പോൾ അതൊരു പക്ഷേ അവരുടെ ആരാധന വിഷയങ്ങളുമായി ബന്ധമുള്ള വസ്തുക്കളായിരിക്കാം. അപ്പോൾ അത്തരം വസ്തുക്കളെ കൊണ്ടുവരുമ്പോൾ അതിനെ തീ കത്തിയാൽ നഷ്ടപ്പെടാത്തവയാണെങ്കിൽ തീക്കകത്തിട്ട് ശുദ്ധീകരിക്കണം. ഇപ്പോൾ വെള്ളിയോ സ്വർണമോ ഒക്കെ ആണെങ്കിൽ തീക്കകത്തിട്ട് ശുദ്ധീകരിക്കണം. മറ്റ് ഉൽപ്പന്നങ്ങൾ തീക്കകത്തിട്ടാൽ വെന്തു പോകുന്ന ഉൽപ്പന്നങ്ങളാണെങ്കിൽ അതിനെ വെള്ളം കൊണ്ട് ശുദ്ധീകരിക്കണമെന്നൊക്കെയാണ് ഈ സംഖ്യാപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്താ ഈ ശുദ്ധീകരണത്തിൻ്റെ അർത്ഥം? ഇതിന് ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു പൈശാചികമാകുന്ന പ്രവൃത്തിയുമായിട്ട് ബന്ധമുള്ളത് കൊണ്ട് ഈ വസ്തുക്കളുടെ മേലുള്ള ആ ഒരു അശുദ്ധി മാറിക്കെട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ശുദ്ധീകരിക്കേണ്ടത്. അത് അശുദ്ധമായിരിക്കുന്നു, അതുകൊണ്ട് അതിനെ ശുദ്ധീകരിക്കണം. തീയിലൂടെയോ വെള്ളത്തിലൂടെയോ ഒക്കെ ശുദ്ധീകരിക്കുക എന്നാണ് വേദപുസ്തകം പറഞ്ഞിരിക്കുന്നത്. ആ വസ്തു, ആ വെള്ളി, ആ സ്വർണം ശുദ്ധീകരിച്ച് ഇവർക്ക് ഉപയോഗിക്കാൻ കഴിയും. ഇത്തരം വസ്തുക്കളെ പരിചിത വസ്തുക്കൾ എന്നാണ് വിളിക്കുന്നത്, ഫെമിലിയർ ഒബ്ജക്ട്സ്. അതായത് ആഭിചാരത്തിനോ മന്ത്രവാദത്തിനോ മറ്റ് വിധത്തിലുള്ള പൂജാ വിഷയങ്ങൾക്കൊക്കെ ഉപയോഗിച്ചിട്ടുള്ള വസ്തുക്കളെ പരിചിത വസ്തുക്കൾ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പരിചിത വസ്തുക്കൾ ക്ഷുദ്രമാകാം, ആഭിചാരമാകാം, നമ്മുടെ പറമ്പിൽ നിന്ന് കിട്ടിയ തകിടാകാം. ഇതിനെയൊക്കെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? ഇത് കണ്ടിട്ട് നമ്മൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ പ്രാർത്ഥിച്ച് ഇതിന്മേൽ ജയമെടുത്ത് ഇതിനെ അങ്ങ് അവോയ്ഡ് ചെയ്താൽ മതി. നമ്മുടെ പറമ്പിൽ കിടന്ന സാധനം എടുത്ത് നമ്മൾ തൊട്ടിലും കളഞ്ഞാൽ മതി, നമ്മൾ വെളിയിലും കളഞ്ഞാൽ മതി. അല്ലാതെ ഇത് കണ്ടിച്ച് മുറിച്ച് തീക്കകത്തിട്ട് ചുട്ട്, കാരണം നമ്മളിത് ഉപയോഗിക്കാൻ പോകുന്നൊന്നും അല്ലല്ലോ, അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. വർഷത്തെ ശുശ്രൂഷ ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങൾ എൻ്റെ ഓർമ്മയിൽ വരുന്നുണ്ട്. വിശദമായ അനുഭവങ്ങൾ എല്ലാം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല.
പക്ഷേ ഇങ്ങനെയുള്ള പരിചിത വസ്തുക്കൾ, അവയുടെ മേലുള്ള സാത്താന്യമായ ക്ലെയിം, ഞാൻ പറഞ്ഞല്ലോ ഈ വസ്തു ന്യൂട്രലാണ്, ഈ വസ്തു സ്വർണ്ണമായിരിക്കാം, വെള്ളിയായിരിക്കാം, അല്ലെങ്കിൽ ഇതൊരു തകടായിരിക്കാം, ഇത് ന്യൂട്രലാണ്, ഇതിന്മേലൊന്നുമില്ല, വിഗ്രഹം ഏതുമില്ല എന്ന് പൗലോസ് പറഞ്ഞ അതേ ലോജിക്ക് ഞാൻ ഉപയോഗിക്കുകയാണ്. പിന്നെ ഇതിന് ശക്തി കൊടുക്കുന്നത് ഈ പറഞ്ഞ വസ്തുവല്ല, ഒബ്ജക്റ്റ് ഇല്ല, അതിൻ്റെ പിന്നിൽ കളിക്കുന്ന ഒരു പൈശാചിക ശക്തിയാണ്. അതിന് പ്രത്യേകിച്ച് പേരോ നാളോ ഒന്നും ഇട്ട് നമ്മളതിനെ വിളിച്ച് ബഹുമാനിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പുതിയ പേരൊക്കെ അത് ഉണ്ടാക്കാം. ഇപ്പോൾ ഒരിടത്ത് ഒരാൾ ഒരു പുതിയ പേരിൽ ഒരു ആരാധന തുടങ്ങിക്കഴിഞ്ഞാൽ, ഇന്ന് വരെ ഇല്ലാത്തൊരു പുതിയ പേരങ്ങിട്ട് ആരാധന തുടങ്ങിക്കഴിഞ്ഞാൽ ആ പേരിലും നാളെ ഒരു പൈശാചികമാകുന്ന ശക്തി വെളിപ്പെടുവാൻ ഇടയായിത്തീരും. ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം. ഈ കേരളത്തിലെ കുറേ ഈ നിരീശ്വരവാദികളിലെ കൂടി അവരെ ഡിങ്കനെയാണ് ആരാധിക്കുന്നത്. ഡിങ്കനാ ഞങ്ങളുടെ ദൈവം. ഞാൻ ഉള്ള സത്യം പറയാം, കുറേ കഴിയുമ്പോൾ ഡിങ്കൻ ആരാധന സ്ട്രോങ് ആയിട്ട് ഡിങ്കൻ ഒരു മതമായി മാറി. ചിലരുടെ ആളുകളുടെ ശരീരത്തിൽ നിന്ന് വെളിപ്പെടുന്ന ദുഷ്ടാത്മാവ് പറയും ഞാൻ ഡിങ്കനാന്ന് പറയും. ആ ഒരു പൈശാചിക ശക്തിയില്ലേ, അത് ഡിങ്കനാണെന്ന് ക്ലെയിം ചെയ്യും. ഇത്രയേ ഉള്ളൂ ഇതിനകത്തെ കാര്യം. ഏത് പേരിട്ട് ആളുകൾ ആരാധിക്കുന്നു ആ പേരിൽ ഈ പുള്ളിക്കാരൻ, ഈ സാത്താൻ, വീണുപോയ ആ അന്ധകാര ശക്തികൾ, അല്ലെങ്കിൽ വീണുപോയ ദൂതന്മാർ അല്ലേ, അത് ആ പേരിൽ അങ്ങ് പ്രവർത്തിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് പോരാട്ടമുള്ളത് ഈ ആകാശമണ്ഡലത്തിൽ വ്യാപരിക്കുന്ന ഇത്തരം അന്ധകാര ശക്തികളോടാണ്. പഴയ നിയമത്തിൽ ഇതിനെയൊക്കെ തീ കൊണ്ടോ വെള്ളം കൊണ്ടോ ശുദ്ധീകരിച്ച് ഉപയോഗിക്കും. പുതിയ നിയമമാകുമ്പോൾ പൗലോസിൻ്റെ ഒരു വിശ്വാസവും ഭക്തിയും ബലവും ഒക്കെ ഉണ്ടെങ്കിൽ ഇതിനെയൊന്നും മൈൻഡ് ചെയ്യാൻ പോകണ്ട എന്നുള്ളതാണ് എനിക്ക് ആസാദിയുടെ പ്രേക്ഷകരോട് പറഞ്ഞു തരാനുള്ളത്. അങ്ങനെ പറയുമ്പോൾ എന്തുകൊണ്ടാണ് പാസ്റ്ററെ നമ്മുടെ പറമ്പിൻ്റെ അകത്ത് ഇങ്ങനെ സാധനം കിടന്നാൽ നമുക്ക് ദോഷമല്ലേ എന്നൊരു ചോദ്യമായിരിക്കാം ഉണ്ടാകുന്നത്. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ഇപ്പോൾ ഞങ്ങളൊക്കെ ബോംബെ താമസിക്കുന്നവരാണ്. ബോംബെയിൽ ഇപ്പോൾ ഞങ്ങളൊരു വീട് വാങ്ങിച്ചത് ഇരിക്കുക, ഒരു ബംഗ്ലാവ് വാങ്ങിച്ചു. ആ ബംഗ്ലാവ് ഞങ്ങളല്ല പണിതത്, അത് പണിതത് ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് ആരോ പണിത ബംഗ്ലാവാണ്. അതിൻ്റെ അടിത്തറയിൽ പണിയുമ്പോൾ എന്തൊക്കെ സാധനമായിരിക്കാം കുഴിച്ചിട്ടിട്ടുള്ളത് നമുക്കറിയാൻ പറ്റുമോ? അതുകൊണ്ട് ഇനിയും വീട് വാങ്ങിച്ച ഉടനെ അതിൻ്റെ അടിത്തറ വരെ തോണ്ടിയെടുത്തിട്ട് സാധനമെല്ലാം എടുത്ത് കളയണമെന്ന് പറയാൻ പോയാൽ അതൊന്നും പ്രാക്ടിക്കലല്ല. ഈ പലരും അങ്ങനെ ഓരോ സാധനങ്ങൾ വീടിന് തറക്കല്ലിടുമ്പോൾ ഇടാറില്ലേ? അങ്ങനെ എന്തോ ഇട്ടാലും അത് ഒരു പൈശാചിക ഒരു 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 ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്ന ഒരു സബ്ജക്റ്റ് ആണെന്നുള്ളത് സംശയമൊന്നുമില്ല. അതായത് ആ വസ്തു ന്യൂട്രലാണെങ്കിലും അങ്ങനെ നമ്മൾ ഒരു വിശ്വാസം അപ്ലൈ ചെയ്തപ്പോൾ ആ അന്ധവിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പിശാച് അവിടെ ഒരു ക്ലെയിം, ഒരു അവകാശവാദം നടത്തുന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പലരും പല സാധനങ്ങളായിട്ട് തറക്കല്ലിടുമ്പോൾ ആളുകൾ അങ്ങനെ പണ്ടത്തെ കാലത്തൊക്കെ ചെയ്യത്തില്ലായിരുന്നു. ഇനിയും ക്രിസ്ത്യാനികളാണെങ്കിൽ തന്നെ തറക്കല്ലിടുമ്പോൾ അവിടെ ചെറിയ ക്രോസ് ഒക്കെ അതിൻ്റെ രൂപമൊക്കെ വെക്കും. പിന്നെ ഇപ്പോൾ ഭക്തി കൂടിയ ചില, അങ്ങനെ പറയാമെന്ന് എനിക്കറിയത്തില്ല, പെന്തക്കോസ്തുകാർ ഞാൻ കേട്ടു തറക്കല്ലിട്ടപ്പോൾ വേദപുസ്തകം അടി വെച്ചിട്ട് തറക്കല്ലിട്ടെന്ന്. ശുദ്ധ മണ്ടത്തരമാണ് കാണിച്ചത്. വേദപുസ്തകത്തെ ഒരു കാരണവശാലും അങ്ങനെ തറക്കല്ലിടുമ്പോൾ കുഴിച്ചിടാൻ വേണ്ടിയുള്ള ഒരു ഐക്കണായിട്ട് ഉപയോഗിക്കരുത്. അങ്ങനെ വേദപുസ്തകം ഇട്ട് തറക്കല്ലിട്ടാൽ പോലും പിശാചിന് സന്തോഷമാകും. കാരണം നിങ്ങളൊരു അന്ധവിശ്വാസത്തിൻ്റെ അടിമയായിരിക്കുന്നു എന്ന് പിശാചിന് മനസ്സിലായി. അപ്പോൾ ദൈവമക്കൾ പോലും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യില്ല. വേദപുസ്തകത്തെ അങ്ങനെ ഉപയോഗിക്കാനുള്ള ഒരു വസ്തുവല്ല. തറക്കല്ലിടുമ്പോൾ നിങ്ങൾക്ക് അത്രയ്ക്ക് ആവശ്യമാണെങ്കിൽ ഒരു തുടക്കമല്ലേ, നല്ലൊരു ഭവനത്തിൻ്റെ പണിയുടെ തുടക്കമല്ലേ, പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് തുടങ്ങാം. പ്രാർത്ഥിച്ച് പാസ്റ്ററെ വിളിച്ച് പ്രാർത്ഥിച്ച് കല്ലിട്ട് നിങ്ങൾക്ക് പണി തുടങ്ങാം. അതിൻ്റെ താഴെ മറ്റ് സാധനങ്ങളൊന്നും കുഴിച്ചിടേണ്ട ആവശ്യമില്ല. പക്ഷേ കുഴിച്ചിട്ടെന്ന് തന്നെ ചിന്തിക്കുക. നിങ്ങളിപ്പോൾ വാങ്ങിച്ച വീട് ഒന്നിലൊരു ഒരു ക്രോസ് അല്ലെങ്കിൽ ഒരു മറ്റെന്തെങ്കിലും വിശ്വാസത്തിലുള്ള ഒരു ഒബ്ജക്റ്റൊക്കെ കുഴിച്ചിട്ട വീടാണെങ്കിൽ നിങ്ങൾ വീട് വാങ്ങിച്ചു കഴിഞ്ഞ് അടിസ്ഥാനം വരെ തോണ്ടി അത് എടുത്തു കളയേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ ബലം കൊണ്ട് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മളതിനെ ക്യാൻസൽ ചെയ്യുന്നു, നമ്മളതിനെ ദൂരീകരിക്കുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് ജയമെടുത്ത് അങ്ങ് പോയാൽ മതി. അല്ല ഭയപ്പാടോടുകൂടെ കഴിയുകയാണെങ്കിൽ പിന്നെ ഇങ്ങനെയുള്ള പ്രവാചകന്മാരൊക്കെ വന്ന് മുതലെടുക്കും. പിന്നെ ആത്മീയ ജീവിതത്തിൽ ഈ പറഞ്ഞതുപോലെ ബലഹീന വിശ്വാസി, പൗലോസ് പറഞ്ഞില്ലേ, ബലഹീന വിശ്വാസിയായിട്ട് പോവുകയാണെങ്കിൽ ഇതൊക്കെ ചിലപ്പം കയറി നിങ്ങളെ നല്ല രീതിയിൽ മാന്തി പൊളിച്ചിട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. ഞാൻ ഈ ബലഹീന വിശ്വാസികളെക്കുറിച്ചല്ല പറയുന്നത് കേട്ടോ. നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ഈ ആവിചാരവും ഈ മണ്ണിൻ്റെ അടി കിടക്കുന്ന സാധനങ്ങളൊന്നും നിങ്ങൾക്ക് ഒരു എഫക്റ്റും ഉണ്ടാകത്തില്ല. നിങ്ങൾ നടക്കുന്നിടത്ത്, നിങ്ങൾ പ്രാർത്ഥിക്കുന്നിടത്ത് ഇതെല്ലാം നിർവീര്യമായിപ്പോവും. അതൊക്കെ ന്യൂട്രൽ വസ്തുക്കളായിട്ട് അവിടെ കിടക്കും. അതിന്മേൽ അധികാരം സ്ഥാപിച്ച പിശാചെല്ലാം നിങ്ങളെ കാണുമ്പോഴേ എന്ത് ചെയ്യും, ആ ദേശം വിട്ട് ഓടിപ്പോകും. ആ പിശാച് അവിടെ ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്കത് എഫക്റ്റ് ഉണ്ടാക്കാനാണ്. അപ്പോൾ പിശാചിന് തൊടാൻ പറ്റാത്ത ഒരു ദൈവകൃപയിലേക്ക് വളരുക എന്നുള്ളതാണ് സത്യം. അങ്ങനെ വളരാതെ വരുമ്പോഴാണ് പലപ്പോഴും ഇങ്ങനെയുള്ള ഈ തട്ടിപ്പുകാർ വന്നിട്ട് നമ്മുടെ അടുക്കൽ മുതലെടുപ്പ് നടത്തുന്നത്. ഞാൻ പറഞ്ഞല്ലോ 2 തരത്തിലുള്ള ദേവദാസന്മാരുണ്ടെന്ന് പറഞ്ഞല്ലോ. ചിലർ ഒറിജിനലി
ആഭിചാരം വെളിപ്പെടുത്തി അതിനെ പുറത്തെടുക്കുന്ന ആളുകളുണ്ട്, ചിലർ തട്ടിപ്പുകാരുണ്ട്. ഈ ഒറിജിനലി എന്തിനാണ് വെളിപ്പെടുത്തുന്നത്? ഞാൻ പറഞ്ഞ ആ ഒരു ലോജിക്ക് അനുസരിച്ചാണ് ഇതിനൊരു പവറും ഇല്ലെങ്കിൽ എന്തിനാ പിന്നെ ഇത് ഒറിജിനലി വെളിപ്പെടുത്തുന്നത്? അതിനൊരു കാരണമുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ ചില വീടുകളിൽ ഈ പറഞ്ഞ ദൈവകൃപയും ആ ഒരു ബലവും ഒന്നും ഇല്ലാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന പൈശാചിക അറ്റാക്കുകൾക്ക് കാരണമായിട്ട് ചിലപ്പോൾ ദേവദാസന്മാർക്ക് പിശാച് ക്ലെയിം ചെയ്യുന്ന ഈ പരിചിത വസ്തു വെളിപ്പെടുത്തി കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. ആ വെളിപ്പെടുത്തി കൊടുത്തത് ആ വസ്തു വലിയ പവർഫുൾ ആയതുകൊണ്ടൊന്നുമല്ല, മറിച്ച് ഈ ഭവനക്കാർക്ക് അവരുടെ വിശ്വാസം ഒന്ന് ബലപ്പെടുവാൻ വേണ്ടി ഒരു തെളിവായിട്ട് മാത്രമാണ് കൊടുത്തത്. അല്ലാതെ ആ വസ്തു എടുത്ത് മാറ്റി കഴിയുമ്പോൾ അവരുടെ പ്രശ്നം തീർന്നെന്നല്ല. ആ വസ്തു മാറ്റിയാലും അവരുടെ പ്രശ്നം തീരത്തില്ല. അവർ വിശ്വാസത്തിൽ ബലപ്പെടാതെ, അവർ ദൈവരൂപം പ്രാപിക്കാതെ അവരുടെ പ്രശ്നം തീരത്തില്ല. ഇതാണ് സത്യം. ആരെങ്കിലും കുറച്ച് ഉപ്പ് കൊണ്ടിട്ടത് കൊണ്ടോ വെള്ളം തെളിച്ച് പ്രാർത്ഥിച്ചതുകൊണ്ടോ ഒന്നും ആ പ്രശ്നം പരിഹരിക്കപ്പെടത്തില്ല. കാരണം പ്രശ്നം പരിഹരിക്കപ്പെടുന്നത് നല്ല സ്ട്രോങ് വിശ്വാസിയായിട്ട് നീ വളരുമ്പോഴാണ്. പിന്നെ ദൈവദാസന്മാർക്ക് ദൈവം ഒരു പക്ഷേ അത് വെളിപ്പെടുത്തി കൊടുക്കും, ഇങ്ങനെ ഒരു ആഭിചാരക്രിയ അവിടെ നടന്നിട്ടുണ്ട് എന്ന് ഒരു തെളിവായിട്ടാണ് കൊടുക്കുന്നത്. ഈ ബലഹീന വിശ്വാസിയെ വിശ്വാസത്തിലൊന്ന് ബലപ്പെടുത്താനുള്ള തെളിവായിട്ട് ഒരു ദൈവദാസനെ അങ്ങനെ കർത്താവ് ഉപയോഗിച്ചു. നമ്മുടെയൊക്കെ വീടിൻ്റെ പറമ്പുകളൊക്കെ കുഴിച്ചു നോക്കിയാൽ ഇഷ്ടംപോലെ സാധനങ്ങൾ അവിടെയൊക്കെ കിടക്കും. കാരണം പഴയ പിതാക്കന്മാരൊക്കെ അങ്ങനെ ജീവിച്ചവരാ. അവർ ഈ ആഭിചാരവും ശുദ്രവും ഒക്കെ ചെയ്ത് ജീവിച്ചവരാ. ഞങ്ങളുടെ കുടുംബം പഴയ ക്രിസ്ത്യൻ കുടുംബമാണ് കേട്ടോ. പക്ഷേ ഞങ്ങളുടെയൊക്കെ പറമ്പ് കുഴിച്ചു നോക്കിയാൽ അതിനകത്തൊക്കെ പല സാധനങ്ങളും അവിടെ ഇന്നും ഉണ്ടെന്നാണ് എൻ്റെ അറിവ്. പക്ഷേ ഞാൻ ആരും ഈ പറഞ്ഞ പോലെ ചെല്ലപ്പനെ പോലെയുള്ള ആരെയും വിളിച്ചിട്ട് ഇതൊന്നും മാന്തിക്കാനൊന്നും പോയില്ല. കാരണം അതൊക്കെ അവിടെ തന്നെ തീർന്നിരിക്കുകയാണ്. നമ്മൾ വാങ്ങിച്ചൊരു വസ്തുവാണെങ്കിൽ അതിനകത്ത് ആരാ മുൻപിൽ താമസിച്ചത് നൂറ്റാണ്ടുകളായിട്ട് അവരൊക്കെ എന്തൊക്കെ കുഴിച്ചിട്ടിട്ടുണ്ടാകാം. അതെല്ലാം മാന്തി പോയാൽ ഹല്ലേലൂയ, മാന്താൻ പോയി കഴിഞ്ഞാൽ എല്ലാ പറമ്പിലും എന്തെങ്കിലുമൊക്കെ കിട്ടും. അപ്പോൾ അതല്ല നമ്മൾ ചെയ്യേണ്ടത്. ഈ സംഭവങ്ങൾക്കൊന്നും നമ്മുടെ മേൽ തൊടാൻ പറ്റാത്ത, ഈ പൈശാചിക വ്യാപാരങ്ങൾക്കൊന്നും നമ്മളെ സ്പർശിക്കാൻ പറ്റാത്ത ഒരു ആത്മമണ്ഡലത്തിലേക്ക് അങ്ങ് വളർന്ന് ഉയർന്ന് നിന്നാൽ മതി. അങ്ങനെ നിൽക്കുകയാണെങ്കിൽ നമുക്കും ചിരിച്ച് സന്തോഷത്തോടുകൂടെ നൃത്തം ചെയ്ത് പാടാൻ പറ്റും. ആഭിചാരം യാക്കോബിന് ഫലിക്കുകയില്ല, ലക്ഷണവിദ്യ ഇസ്രായേലിന് ഏൽക്കുകയില്ല എന്ന് നമുക്കും സന്തോഷത്തോടെ പാടാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് ഈ പാഠഭേദയുടെ അവസാനിപ്പിക്കുകയാണ്. ചോദ്യങ്ങളുണ്ടാകാം, നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കാം. കഴിവുള്ളിടത്തോളം ഉത്തരങ്ങൾ പറയാൻ ഞാനും ശ്രമിക്കാം. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം.